അയച്ചു തരുന്നത് വൈഫ് മെസ്സേജിൽ ചോദിച്ചു നമ്മൾ ഡിവോഴ്സ് ആയോ എന്നൊക്കെ ചോദിച്ചു. യാഥാർത്ഥ്യം എന്നാൽ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അതിന് നിങ്ങൾ എങ്ങനെ മിസ്ലീഡ് ചെയ്യണമെന്നും എങ്ങനെ മനസ്സിലാക്കണമെന്നുള്ളത് നിങ്ങളുടെ ചിന്താഗതിക്ക് അനുസരിച്ചിരിക്കും. ചെയ്യാവുന്നൊരു സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചതാണ്. സന നാട്ടിൽ പഠിക്കുന്നുണ്ട്. മോള് എൻ്റെ കൂടെ ഇവിടെയാണ് പഠിക്കുന്നത് മോള്. അപ്പോൾ വെക്കേഷന് അവിടെ സനൻ്റെ അടുത്തായിരുന്നു. ഇനിയിപ്പോൾ മോള് പഠിക്കാൻ വീണ്ടും ഇങ്ങോട്ട് വരും. എല്ലാവരും ഹാപ്പിയാണ്. സന ഹാപ്പിയാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. CP ഷിഹാബും തന്റെ ഭാര്യയും ഡിവോഴ്സ്ഡ് ആയി എന്നൊരു വാർത്ത കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവർ തമ്മിൽ ഡിവോഴ്സ്ഡ് ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് CP ഷിഹാബ് തന്റെ ചാനലിൽ പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തായാലും ആ ഒരു വീഡിയോക്കകത്ത് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ വൈഫുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുമ്പോൾ സ്ഥിരമായിട്ട് ഞാൻ പറയുന്നൊരു കാര്യമാണ്. അതായത് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ കല്യാണത്തിന് തലേ ദിവസം പോലും വൈഫിനോട് പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു, നമ്മൾ രണ്ടുപേരുടെ ജീവിതം നമ്മൾ മാത്രം തിരഞ്ഞെടുത്താണ്, ആരും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വരില്ല. മാത്രമല്ല അതിലൊരു വലിയ റിസ്ക് എലമെന്റ് ഉണ്ട് അല്ലേ. സാധാരണ ആളെ കൂടെ ജീവിക്കാൻ വരുന്ന പോലെ ആയിരിക്കില്ല. ഞാൻ ഒരു സനയോട് കല്യാണത്തിന് തലേ ദിവസം പറയുന്നത് ഒന്നുകൂടി ആലോചിച്ചിട്ട് നമുക്ക് കല്യാണം കഴിക്കാം. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മൊമെന്റിൽ നമ്മൾ രണ്ടുപേരും ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ മാത്രമല്ല സനയും ഹാപ്പി അല്ലെങ്കിൽ ഞാനും ഹാപ്പി അല്ലെങ്കിൽ നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുക്കേണ്ടി വരും. നമുക്ക് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് മാറേണ്ടി വരും. അപ്പോൾ അതിലേക്കൊന്നും എത്താണ്ട് നിങ്ങൾ രണ്ടുപേരും നല്ല രീതിക്ക് തീരുമാനിച്ചൊരു കാര്യമാണ്. അപ്പം അവിടെ ഡിവോഴ്സ് ചെയ്യാന്നുള്ളൊരു ഇതിലേക്ക് എത്തിയിട്ടുമില്ല. ജസ്റ്റ് നിങ്ങൾ എന്താണ് ഇപ്പം ഒരുമിച്ച് ചെയ്യാത്തതെന്നുള്ളതാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇവർ ഡിവോഴ്സ്ഡ് ആയിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. വളരെ നല്ല കാര്യം തന്നെയാണ്. രണ്ടുപേർക്കും അങ്ങനെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം അത് തന്നെയാണ് അല്ലേ. പക്ഷേ പുള്ളി ആ ഒരു ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആർ യു ഡിവോഴ്സ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ ഒരു വീഡിയോക്കകത്ത് പറയുന്ന കാര്യങ്ങളാണ് ആൾക്കാർ, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇങ്ങനെ തെറ്റിദ്ധരിക്കാനെ കൊണ്ടുള്ള കാരണമായിട്ടുള്ളത്. എന്തായാലും ആ ഒരു വീഡിയോക്കകത്ത് പറയുന്ന കാര്യങ്ങളോട് ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ചോദിക്കാനാണ്. പക്ഷെ അവിടെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നത് നമ്മൾ തീരുമാനിക്കുന്നു ആകുമ്പോഴാണ്. അതായത് ഷിഹാബ് ഡിവോഴ്സ്ഡ് ആണ് എന്ന് അത് തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ഷിഹാബ് വേറെ ആളെ കല്യാണം കഴിച്ചു. ഇപ്പം നാളെ നമ്മൾ ഒരുമിച്ചൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വേറെ കല്യാണം കഴിച്ചതാണോ എന്നാണ് ചോദിക്കുന്ന രീതിയിലേക്കുള്ളൊരു അവരുടെ ഡിസിഷൻ മേക്കേഴ്സ് ആകുമ്പോഴാണ് നമുക്ക് ലൈഫ് ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. ഞാനും വൈഫുള്ള ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷം നഷ്ടപ്പെട്ടാൽ ആ നിമിഷം ഞങ്ങൾ രണ്ടുപേരും നമ്മുടേതായിട്ടുള്ള ജീവിതങ്ങളിലേക്ക് മാറണം എന്നുള്ളത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. മോള് ഏറ്റവും ഹാപ്പി ആയിട്ട് എൻ്റെ കൂടെയുണ്ട്. വൈഫും മോളെ വിളിക്കുന്നു, സംസാരിക്കുന്നു. അവൾ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവളും എൻഗേജ്ഡ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കുറേ കാലമായിട്ട് നമ്മൾ ഒരുമിച്ചുള്ള ഫ്രെയിമുകളൊന്നും നിങ്ങൾ കാണാത്തത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പോൾ ലീഗലി ഡിവോഴ്സ്ഡ് ഒന്നുമല്ല, അവിടെയുണ്ട്, മോളെൻ്റെ കൂടെയുണ്ട്. ഇവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ ലീഗലി ഡിവോഴ്സ്ഡ് ഒന്നും അല്ല എന്ന് പറഞ്ഞേക്കുന്ന ആ ഒരു കാര്യമാണ് എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെ ഇപ്പോൾ ഇവർ തെറ്റിദ്ധരിക്കാനുള്ള ഒരു കാരണമായിട്ടുള്ളത്. ഇവർ ഡിവോഴ്സ്ഡ് ആയി എന്നുള്ള രീതിയിൽ. അപ്പം പുള്ളി എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് വ്യക്തമായിട്ട് ആ ഒരു ക്ലാരിറ്റിയിൽ പറയാനെ കൊണ്ട് കഴിയാതെ പോയതാണ് ഈ രീതിയിൽ എല്ലാവരും വിചാരിക്കാനുള്ള ഒരു കാരണമായിട്ടുള്ളത്. ഞാൻ അതിൽ കുറച്ച് കമൻസ് ഇങ്ങോട്ട് വായിക്കാം. പറയുമ്പോൾ കാര്യങ്ങൾ ക്ലിയറായി പറയുക, അവിടെയും ഇവിടെയും തൊടാതെ പറയുമ്പോൾ ആൾക്കാർ സംശയിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്, ഉള്ളതുപോലെ പറയുക. നിങ്ങൾ തന്നെ അന്ന് ആ വീഡിയോയിൽ തെളിയിച്ച് പറഞ്ഞിട്ടില്ല ലീഗലി ഡിവോഴ്സ്ഡ് അല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഡിവോഴ്സ് ആവാൻ സാധ്യതയുള്ളതുപോലെ അല്ലേ എല്ലാവർക്കും തോന്നുള്ളൂ. അത് തന്നെയാണ് നമുക്കും തോന്നിയിട്ടുള്ളത്. ആൻഡ് ഇപ്പോഴും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണല്ലോ റബ്ബെ പറയുന്നത്, പിന്നെ എങ്ങനെ ആളുകൾ തെറ്റിദ്ധരിക്കാതിരിക്കും, ഡിവോഴ്സ് എന്നത് ചെറിയൊരു വാക്കല്ല, അതെന്തിന് ടൈറ്റിൽ കൊടുത്തു, പിന്നെ ജനങ്ങളെ പറയണം എന്നുള്ള രീതിയിൽ ആൾക്കാർ ഇപ്പം പുള്ളി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടേക്കുന്ന വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. ഇതാണ് ബാക്കി ഒരാൾ നിങ്ങളെക്കുറിച്ച് ഒരു ടൈറ്റിൽ ഇടുന്ന പോലെയല്ല, നിങ്ങൾ സ്വയം നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് ഒരു ടൈറ്റിൽ ഇട്ടിട്ട് ആരും ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ അതിനകത്ത് ഈ രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ആ ഒരു ക്ലാരിറ്റിയിൽ പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ആ രീതിയിൽ ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വിചാരിച്ചിട്ടുള്ളത്. എന്നാണെങ്കിലും ബാക്കി കുറച്ച് കാര്യങ്ങളോട് ഇതിനകത്ത് പറയുന്നുണ്ട്, അതോടെ നമുക്ക് നോക്കാം. മീൻസ് സെക്സ് അല്ലെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ ഫിസിക്കൽ കണ്ടീഷനൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ പറയുന്നത് കണ്ടു. ആ കുട്ടിക്ക് ഇപ്പോൾ ഇക്കടെ ഫിസിക്കൽ കണ്ടീഷൻ ഒട്ടും ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അവർ ജീവിച്ചത് ഒരു 1 year 2 year അല്ല, അവർ 7 years ഒരുമിച്ചായിരുന്നു ജീവിച്ചിരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒട്ടും ഓക്കെ അല്ലാത്തൊരു വ്യക്തിയുടെ കൂടെ എന്തായാലും 7 years ഒന്നും ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, മോളുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ലൈഫിലേക്ക് എന്തെങ്കിലും അവർക്ക് പേഴ്സണൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നതും കൂടെ ചിലപ്പോൾ ഒന്ന് മാറി നിന്നേക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്കായിരിക്കും ചിലപ്പോൾ അവർ പോകുന്നുണ്ടാവുക. അല്ലെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി നിന്നു എന്നൊരു കാര്യമാണെങ്കിൽ സത്യത്തിൽ പബ്ലിക്കിൽ പറയേണ്ടുന്ന ഒരു ആവശ്യകത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾ ഈ പറയുന്ന പോലെ ആൾക്കാർ നിരന്തരമായിട്ടുള്ള ചോദ്യങ്ങൾ വന്നതിന്റെ പേരിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്. എങ്കിൽ പോലും അതിനകത്തൊരു ക്ലാരിറ്റി ഇല്ലാത്ത വന്നപ്പോഴാണ് ആൾക്കാർ പല രീതിയിലും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും സത്യം പറഞ്ഞാൽ നമ്മളെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ വയനാട് വേറെ ഷൂട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോഴാണ് ഞാൻ ഡിവോഴ്സായ കാര്യമൊക്കെ അറിയുന്നത്. അപ്പോഴാണ് വർഷം എനിക്ക് കുറേ സ്ക്രീൻഷോട്ടുകളൊക്കെ അയച്ചു തരുന്നത്. വൈഫ് മെസ്സേജിൽ ചോദിച്ചു നമ്മൾ ഡിവോഴ്സായോ എന്നൊക്കെ ചോദിച്ചു. അല്ല, നിങ്ങൾ ഈ അകന്നു നിന്നു ഈ ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഒരു സീൻ്റെ പേരിൽ ഇങ്ങനെ പറയുമ്പോൾ അത് പബ്ലിക്കിലോട്ട് കൊണ്ടെത്തിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ കല്ലെറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിന്ന് കൊടുത്ത പോലത്തെ ഒരു അവസ്ഥയായിപ്പോയി. കാര്യം
ആൾക്കാർ ഇതിനകത്ത് ആ ഒരു ചേച്ചീനെ കുറ്റപ്പറഞ്ഞുകൊണ്ട് കമന്റ് ഇട്ടിരിക്കുന്ന ഭയങ്കര മോശമായിട്ട് പറഞ്ഞേക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതേപോലെ ഇദ്ദേഹത്തിനെ കമന്റ് പറഞ്ഞേക്കുന്ന ഒരു ആൾക്കാരുണ്ടായിരുന്നു. സോ ഇത്തരം കാര്യങ്ങൾ പബ്ലിക്കോട്ടൊന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. തീർച്ചയായിട്ടും ഇതാണ് കറക്റ്റായിട്ടുള്ള മറുപടി. വിവാഹം കഴിക്കുന്ന സമയത്ത് ഞങ്ങളെടുത്ത തീരുമാനം ഉണ്ടായിരുന്നു. 2 വീടുകളിൽ നിന്ന് വരുന്ന 2 പേരാണ്. പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് പരിമിതികളുള്ള മനുഷ്യനാണ്. അപ്പോൾ എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ അതിൻ്റെയായിട്ടുള്ള പോരായ്മകൾ ഉണ്ടാവും. സന വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് 18 വയസ്സ് കഴിഞ്ഞ് 19 ആവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പെട്ടെന്ന് പക്വത ഇല്ലാത്ത തീരുമാനമാവാൻ സാധ്യത ഉണ്ടെന്ന് അറിയുന്നത് കൊണ്ട് ഞാൻ സനനോട് ഒന്നുകൂടി ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞതും അവളോട് ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നാണ് ജീവിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ അവരോട് പറയുന്നൊരു കാര്യമായിരുന്നു, ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ ഒരു ഹാപ്പിനെസ് 2 പേർക്ക് നഷ്ടപ്പെട്ടാൽ, അതായത് സനക്ക് സന്തോഷം കൊടുക്കാൻ അല്ലെങ്കിൽ എന്നെ ഹാപ്പിയാക്കാൻ സനക്കോ പറ്റാത്തൊരു മൊമെൻറ്റ് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്ടം കുറയുന്നു എന്ന് തോന്നുമ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കണം, നമുക്കൊന്ന് മാറി നിൽക്കണം, വീണ്ടും ചിന്തിക്കണം. മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ തീരുമാനിക്കണം. ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പേരിലോ കല്യാണം കഴിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും കൂടെ നിൽക്കരുത് എന്ന് ഞങ്ങൾ തീരുമാനിച്ചുള്ളത് കൊണ്ട് അത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒന്നും കൂടി നമുക്ക് റീത്തിങ്ക് ചെയ്യാവുന്നൊരു സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചതാണ്. സന നാട്ടിൽ പഠിക്കുന്നുണ്ട്. മോള് എൻ്റെ കൂടെ ഇവിടെയാണ് പഠിക്കുന്നത് മോള്. അപ്പോൾ വെക്കേഷന് അവിടെ സനൻ്റെ അടുത്തായിരുന്നു. ഇനിയിപ്പോൾ മോള് പഠിക്കാൻ വീണ്ടും ഇങ്ങോട്ട് വരും. എല്ലാവരും ഹാപ്പിയാണ്. സന ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ്. അല്ല, ഈ പറഞ്ഞേക്കുന്ന കാര്യത്തിലും പല ആൾക്കാർക്ക്, അതാണ് ഞാൻ നേരത്തെ വായിച്ച ഒരു കമന്റ്, ഇതിനകത്തും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ, അതായത് കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞ പോലെ തന്നെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രീതിയിലാണ് പുള്ളി പറയുന്നത്. ഇങ്ങനെ പറയുന്നുണ്ട്. ആക്ച്വലി പുള്ളി ഇവിടെ ഉദ്ദേശിക്കുന്ന, ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഒരു പിണക്കങ്ങളോ ഒക്കെ സ്വാഭാവികമായിട്ട് എല്ലാവരുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നതല്ലേ. ആ ഒരു സമയത്ത് ഒന്ന് അകന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള വ്യക്തിയോട് എത്രത്തോളം ആഴത്തിൽ സ്നേഹമുണ്ടെന്ന് നമ്മൾ അകന്ന് നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പം ആ രീതിയിൽ പുള്ളി ഒന്ന് അകന്ന് നിൽക്കാം എന്നുള്ളൊരു തീരുമാനം അവരങ്ങനെ ആ രീതിയിൽ എടുത്തതായിരിക്കാം. പക്ഷെ അത് പബ്ലിക്കിലോട്ട് പറഞ്ഞപ്പോൾ ആ രീതിയിലായി പോയതിൻ്റെ ആയിരിക്കാം, ഒരു ക്ലാരിറ്റി ഇല്ലായ്മയുടെ ഒരു സംഭവം ആയിരിക്കാം. അപ്പോൾ കുറേ ആൾ പറയും നിങ്ങളുടെ റീച്ചിന് വേണ്ടിയിട്ടല്ലേ, നിങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ലേ. അങ്ങനെ ഇങ്ങനത്തെ ഒരു കണ്ടൻറ്റൊക്കെ ഇട്ടിട്ട് റീച്ചാക്കിയിട്ട് ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല. അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. മാത്രമല്ല ഇങ്ങനെ പല ആൾക്കാരും അത്തരത്തിൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും പബ്ലിക്കിലോട്ട്, സോഷ്യൽ മീഡിയയിലോട്ട് ഇങ്ങനത്തെ വിഷയങ്ങൾ എത്തുമ്പോഴത്തേക്കിന് ആദ്യം തന്നെ ആൾക്കാർ ആ ഒരു കാര്യം തന്നെ ആയിരിക്കും ചിന്തിക്കുക, റീച്ചിന് വേണ്ടിയിട്ടുള്ളതാണോ എന്നുള്ളത്. കാര്യം ഇത്തരത്തിൽ പല ആൾക്കാരും, പല ബിരുദന്മാരും ഇവിടെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ആ രീതിയിൽ ചിന്തിക്കുന്നത്. നിർബന്ധിതാവസ്ഥ ആയതുകൊണ്ട് മാത്രം. പിന്നെ ഇതിന്ന് എത്ര കാലം എസ്കേപ്പ് ചെയ്ത് നടക്കും. ഇപ്പോൾ വൈഫോട് ചോദിക്കുമ്പോൾ, ഇങ്ങനെ വീഡിയോ ചെയ്യാത്തതിൻ്റെ റീസൺ ചോദിക്കുമ്പോൾ ഓരോ ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും സുഖമാണ് പ്രേക്ഷകരോട് ഒരുമിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അത് ഭംഗിയായിട്ട് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അതിന് നിങ്ങൾ എങ്ങനെ മിസ്ലീഡ് ചെയ്യണമെന്നും എങ്ങനെ മനസ്സിലാക്കണമെന്നുള്ളത് നിങ്ങളുടെ ചിന്താഗതിക്ക് അനുസരിച്ചിരിക്കും. അല്ല, ഈ ആൾക്കാരുടെ ചിന്താഗതി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യത്തിലും കൂടെ ഒരു വ്യക്തത വേണം. ആ വ്യക്തത ഇല്ലാതെ പറയുമ്പോൾ ആൾക്കാർ ചിന്തിച്ചതിൻ്റെ മാത്രം പ്രശ്നമാണെന്ന് പറയുന്നത്. ആൻഡ് ഇത് നിങ്ങൾ ഡിവോഴ്സ്ഡ് ആയി എന്ന് തെറ്റിദ്ധരിച്ചേക്കുന്ന ആൾക്കാരായിരുന്നു ഞാൻ ഈ പറഞ്ഞേക്കുന്നത്. അതല്ലാതെ ഭയങ്കര വൾഗർ മോശമായിട്ട് പറഞ്ഞേക്കുന്ന ആൾക്കാരല്ല. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ മോശമാണ്, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നു. അപ്പം എല്ലാ ആൾക്കാരുമായിട്ട് പൊതുവായിട്ട് ഞാൻ പറയുകയാണ്, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം വന്ന് പറയുമ്പോൾ അത് പറയേണ്ടുന്ന ആവശ്യകത ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് റീതിങ്ക് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പറയേണ്ടി വരികയാണെങ്കിൽ കൂടി ആ പറയുന്ന കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാവുക എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ആലോചിക്കുക. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ആൾക്കാർ മിസ്ലീഡ് ചെയ്ത് കൊണ്ടെത്തിച്ചു, അവർ നിങ്ങളുടെ ചിന്താഗതിക്ക് തന്നെയാണ് നിങ്ങൾ ചിന്തിച്ചെടുക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പറയുന്നതിൽ ഒരു വ്യക്തത ഉണ്ടാവണം. എന്തായാലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്കടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ശരി, ബൈ.